الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പരമകാരുണികനായ കരുണാനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കണമേ, പാടുപെടണമേ എന്ന് തുടക്കത്തിൽ എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് വ്യാപകമായി അടുത്ത കാലത്ത് ചർച്ച ചെയ്തിരുന്ന ഒരു ലേഖനമുണ്ട്. ജൂതന്മാരിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ലേഖനമായിരുന്നു. അതിൽ ചർച്ച ചെയ്ത വിഷയം മുസ്ലിം സമൂഹം ജുമുഅക്ക് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ സുബഹി നമസ്കാരത്തിനു വേണ്ടി ഒരുമിച്ച് കൂടാത്ത കാലത്തോളം അവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന അവരുടെ സമാധാനത്തിൻ്റെ വർത്തമാനം അവർ ചർച്ച ചെയ്തതായി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ജമാഅത്ത് നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുക, പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന്, അത് എല്ലാ വഖ്തുകൾക്കും നിർബന്ധമാണ്. എന്നാൽ സുബഹിക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ബാക്കിയുള്ള എല്ലാ വഖ്തുകളും അവൻ കൃത്യമായി നിർവഹിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ജുമുഅ നമസ്കാരത്തിന് ഓരോ മഹല്ലുകളിലും മുസ്ലിമീങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ സുബഹിക്കും അവർ ഒരുമിച്ച് കൂടുന്ന കാലം വന്നാൽ പിന്നെ മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് അവർ ചർച്ച ചെയ്യുകയാണ്. ലോകത്ത് മുസ്ലിമീങ്ങൾ ശത്രുക്കളാൽ അനേകം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അടിസ്ഥാനപരമായി എന്താണ് പരിഹാരം, എന്താണ് കാരണങ്ങൾ, മുസ്ലിം ഉമ്മത്തിൻ്റെ നേരെ ശത്രുക്കൾ പാഞ്ഞെടുക്കുന്നതിനുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരുത്തേണ്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരുത്തേണ്ടത് നമ്മൾ തിരുത്താതെ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശോധിക്കേണ്ട വിഷയമാണ്. ഒരു മനുഷ്യൻ്റെ അഖീദ കഴിഞ്ഞാൽ പിന്നീട് അവൻ ഏറ്റവും നിർബന്ധമായ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഏറ്റവും നിർബന്ധമായ കർമ്മമാണ് നമസ്കാരം എന്നത്. ആ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കൽ അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. ശർഈയായ ഉദുറുകളില്ലാത്ത സന്ദർഭത്തിൽ നിർബന്ധമായും ജമാഅത്തോടുകൂടി പള്ളിയിൽ നമസ്കരിക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേർ നമസ്കരിക്കുന്നുണ്ടെന്ന്. പക്ഷേ പല ആളുകളെയും നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തെ, ഞാൻ എൻ്റെ ജീവിതത്തെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും പല ഫർദ് നമസ്കാരങ്ങളും വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൻ്റെ ഗൗരവത്തെയും അതിൽ വരാനിരിക്കുന്ന അപകടങ്ങളെയും അതിൽ വന്നിട്ടുള്ള നഷ്ടങ്ങളെയും ഒന്ന് വിലയിരുത്തിയാൽ ഗൗരവത്തോടു കൂടിയല്ലാതെ ആ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയില്ല. പുരുഷന്മാരെല്ലാവരും പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കണമെന്ന് ഖുർആനിലൂടെ കടന്നുപോയാൽ നമുക്കത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, വഅഖീമുസ് സ്വലാത്ത വആത്തുസ് സകാത്ത വർകഉ മഅർ റാകിഈൻ. അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥന, നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, വർകഉ മഅർ റാകിഈൻ. റുകൂഉ ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും റുകൂഉ ചെയ്യണം എന്ന അള്ളാഹുവിൻ്റെ ആ കൽപ്പന ജമാഅത്തായി നിങ്ങൾ നമസ്കരിക്കണമെന്ന പ്രഖ്യാപനമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അഥവാ ഖുർആനിലൂടെ കടന്നുപോയാൽ നമ്മുടെ മേൽ നിർബന്ധമാണ് ജമാഅത്ത് നമസ്കാരം എന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ഖുത്ബകളിലിരിക്കുക. ഒരു ചടങ്ങല്ല ഇത്. അള്ളാഹുവിൻ്റെ മതം നിർബന്ധമായി പഠിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പള്ളിയിലേക്ക് വരുമ്പോൾ, ജുമുഅക്ക് വരുമ്പോൾ 1-ാമത്തെ സ്വഫ് പൂർത്തിയാക്കിയിട്ട് 2-ാമത്തെ സ്വഫിലേക്ക് വരാവൂ. വന്ന് എവിടെയെങ്കിലും ഇരിക്കുന്ന സ്വഭാവം ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമല്ല, ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല അത്. പള്ളിയിലേക്ക് വന്നാൽ 1-ാമത്തെ സ്വഫ് പൂർത്തിയാക്കി, 2-ാമത്തെ സ്വഫ് പൂർത്തിയാക്കി, 3-ാമത്തെ സ്വഫ് പൂർത്തിയാക്കി അങ്ങനെ കടന്നു പോകണം. വന്ന് വഴിയിൽ നമസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഈ സൈഡിലേക്ക് മാറിയിരിക്കണം. എല്ലാ മര്യാദകളും പാലിക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്ത്. അവിടെയാണ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. കാരണം ഇരിക്കുന്ന നമ്മളിൽ പലർക്കും, നമ്മളെല്ലാവർക്കും ഒരുപാട് ന്യൂനതകൾ ആ വിഷയത്തിലുണ്ട്. വീട്ടിൽ നിന്ന് ജമാഅത്ത് നമസ്കരിക്കുന്ന, ഫർദ് നമസ്കരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പോലും, ശത്രുക്കളുമായി യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പോലും ജമാഅത്തായി നമസ്കരിക്കുവാൻ പഠിപ്പിക്കുകയും അങ്ങനെ നമസ്കരിച്ച് കാണിച്ചു തരികയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയാൽ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 102-ൽ അല്ലാഹു പറയുകയാണ്, വഇദാ കുൻത ഫീഹിം അഖംത ലഹുമുസ് സ്വലാത ഫൽതഖും ത്വായിഫതും മിൻഹും മഅക്. അല്ലാഹു പറയുകയാണ്, നബിയെ, നീ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുകയും
അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുകയുമാണ് എങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നിൽക്കട്ടെ. അഥവാ യുദ്ധത്തിന് പ്രവാചകൻ നേതൃത്വം കൊടുക്കുകയാണ്. ആ യുദ്ധത്തിന് മുസ്ലിമീങ്ങൾ നിൽക്കുന്നത് സൊഫായിട്ടാണ്. ഈ വരി നിൽക്കുന്നത് പോലെ യുദ്ധത്തിനു വേണ്ടി വരിയായി നിൽക്കുന്നതാണ്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ആ യുദ്ധത്തിന്റെ വേളയിൽ താങ്കൾ ആ കൂട്ടത്തിലെ ഒരു സംഘത്തിന് നേതൃത്വം വഹിക്കേണ്ടതുണ്ട്. വൽയഖുദു അസ്ലിഹതഹും ഫഇദാ സജദു ഫൽയകൂനു മിൻ വറാഇകും വൽതഅതി ത്വാഇഫത്തുൻ ഉഖ്റാ ലം യുസല്ലു ഫൽയുസല്ലു മഅക് വൽയഖുദു ഹിദറഹും വഅസ്ലിഹതഹും. അല്ലാഹു പറയുകയാണ്, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സംഘമത ആ മുമ്പിലെ വരിയിലുള്ളവർ അവരുടെ ആയുധങ്ങൾ അവരെടുക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കട്ടെ. അഥവാ നമസ്കാരം കഴിഞ്ഞാൽ അവർ പിന്നിലേക്ക് നിന്ന് അടുത്ത സംഘമത മുന്നിലേക്ക് വരണം. നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റൊരു വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവർ ജാഗ്രത കൈകൊള്ളുകയും തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. അതിശക്തമായ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ അടി വന്നാൽ, ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായാൽ നമസ്കാരം ശ്രദ്ധിക്കാത്ത നമ്മളോട് അല്ലാഹു പറയുകയാണ്, യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിങ്ങൾ സൊഫായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിലുള്ളവർ ആയുധങ്ങൾ കയ്യിലേന്തി ജാഗ്രതയോടുകൂടി യുദ്ധത്തിന്റെ വരിയിൽ നിന്നുകൊണ്ട് പ്രവാചകനെ പിന്തുടർന്ന് നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കണമെന്ന ശക്തമായ താക്കീത്. ആ സംഘം നമസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത സംഘം തുടർന്ന് ആ ജമാഅത്ത് പൂർത്തിയാക്കണമെന്ന അതിശക്തമായ താക്കീത് നൽകപ്പെട്ട മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ എത്ര ജമാഅത്തുകൾ മുടക്കി നാം വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നു. ആലോചിച്ചു നോക്കൂ എത്ര ഗൗരവമാണ് എന്ന്. വളരെ ഗൗരവമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കടന്നുപോയാലും ജമാഅത്ത് നമസ്കാരത്തെ അതിശക്തമായി ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും. മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നഫരിൻ മിൻ ഖൗമി ഫഅഖംനാ ഇൻദഹു 20 ലൈല വകാന റഹീമൻ റഫീഖാ. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ 20 പേരടങ്ങുന്ന ഞങ്ങളൊരു സംഘം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വന്ന്, അഥവാ മദീനയിൽ വന്ന് 20 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു ഞങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വകാന റഹീമൻ റഫീഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വളരെ ദയാലുവായിരുന്നു അദ്ദേഹം. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, ഞങ്ങൾ വീട്ടിലേക്ക് പോകണം, മടങ്ങിച്ചെല്ലണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജിഉ ഫകൂനു ഫീഹിം വഅല്ലിമൂഹും വസല്ലൂ. നിങ്ങൾ മടങ്ങിപ്പോവുക. അങ്ങനെ നിങ്ങൾ മടങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ മതതത്വങ്ങൾ പാലിക്കുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഫഇദാ ഹളറത്തിസ് സ്വലാത്ത്, നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും വൽയുഅമ്മിക്കും അക്ബറുക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ബാങ്ക് വിളിക്കുകയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇമാമായി, നിങ്ങളിലെ വലിയവർ ഇമാമായി നിൽക്കുകയും ചെയ്യട്ടെ എന്ന ശക്തമായ ആ താക്കീത് നൽകിക്കൊണ്ട് ആ സംഘത്തെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ ജമാഅത്തായിക്കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് അതിശക്തമായി ഉണർത്തുകയാണ്. പള്ളിയിൽ വരാൻ കഴിയുന്നില്ല, പള്ളിയിൽ വരാൻ പല ന്യായങ്ങളും വരാതിരിക്കാൻ നമുക്കുണ്ട്. പള്ളിയിലേക്ക് വരാതിരിക്കാൻ നമുക്ക് പല ന്യായങ്ങളുമുണ്ട്. ജമാഅത്തായി നമസ്കരിക്കാതിരിക്കാൻ നമുക്ക് പല ന്യായങ്ങളുമുണ്ട്. നമ്മുടെ ന്യായവും മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ന്യായവും ഒന്ന് വിലയിരുത്തണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സഹോദരങ്ങളെ, ആ ഒരു സംഭവത്തിന്റെ, ഈ പ്രവാചക വചനത്തിന്റെ ആത്മാവൊന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടവരാണ് എങ്കിൽ
ജീവിതത്തിൻ്റെ എന്ത് ത്യാഗങ്ങളെയും തരണം ചെയ്ത് പള്ളിയിൽ വന്ന് നമ്മൾ നമസ്കരിക്കുമെന്നതൊരു സത്യമാണ്. അത് ഉൾക്കൊള്ളാത്തവരായതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടിട്ടും വീട്ടിൽ നമസ്കരിക്കാതിരിക്കുന്നത് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് മുസ്ലിം സമൂഹം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണവും ഒന്നതാണെന്ന് ചർച്ച ചെയ്യുമ്പോൾ അതൊന്ന് വിലയിരുത്താൻ, തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാതെ മറ്റു വഴികൾ തിരഞ്ഞെടുക്കുക എന്നതല്ല. നമുക്കനേകം പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ തിരുത്താതെ ശത്രുവിൻ്റെ നേരെ കുതിര കയറലല്ല, നമ്മുടെ പോരായ്മ നമ്മൾ തിരുത്തണം. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ ഫീ ഖായിദിൻ യഖൂദുനി ഇലൽ മസ്ജിദ്. അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു അന്ധനാണ്, എനിക്ക് കണ്ണ് കാണുകയില്ല. എനിക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ വലിയൊരു ദൂരം തന്നെയുണ്ട്. എന്നെ കൊണ്ടുവരാനാകട്ടെ ഒരു വഴികാട്ടിയുമില്ല. ഞാൻ അന്ധനാണ്, പള്ളിയിൽ നിന്നും എൻ്റെ വീട് വിദൂരത്താണ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല എന്ന് പ്രവാചകനോട് പരാതി പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നൽ മദീനത കസീറത്തുൽ ഹവാമി വസ്സിബാ. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ വന്യമൃഗങ്ങളുണ്ട്, അതിശക്തമായ വിഷമുള്ള ഇഴജന്തുക്കളുണ്ട്. അങ്ങനെയുള്ള എനിക്ക് എന്തെങ്കിലും ഇളവുകൾ ആ വിഷയത്തിലുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, 5 കാരണങ്ങൾ. 1, ഞാൻ അന്ധനാണ്, നമ്മൾ അന്ധരല്ല. 2, പള്ളി വിദൂരത്താണ്, നമ്മുടെ പള്ളികൾ വിദൂരത്തല്ല. 3, എന്നെ കൊണ്ടുവരാൻ ആളില്ല, നമുക്ക് കൊണ്ടുവരാൻ വാഹനങ്ങളുണ്ട്, നമുക്ക് വാഹനങ്ങളുണ്ട്. 4, വരുന്ന വഴിയിൽ വന്യമൃഗങ്ങളുണ്ട്, നമ്മുടെ വഴികൾ സുരക്ഷിതമാണ്. 5, ആ വഴികളിൽ ഇഴജന്തുക്കളുണ്ട്, നമ്മുടെ വഴികളും സുരക്ഷിതമാണ്. അങ്ങനെ അദ്ദേഹം 5 കാരണങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തസ്മഉ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. ഹയ്യ അലസ്സലാ എന്ന ബാങ്കിന്റെ വിളിനാളം താങ്കളുടെ കർണപുടങ്ങളിലേക്ക് വന്ന് കേൾക്കുന്നുണ്ടോ? ഹയ്യ അലൽ ഫലാ എന്ന വിളിയും താങ്കൾ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ കേൾക്കുന്നുണ്ട് റസൂലേ. എങ്കിൽ ഫഹയ്യ ഹലാ, താങ്കൾ പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കേണ്ടതുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്. ഇനി നമുക്കുള്ള ന്യായങ്ങളും തടസ്സങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ തടസ്സവും നമ്മുടെ തടസ്സവും ഒന്ന് വിലയിരുത്തി നോക്കൂ. 1 കിലോമീറ്റർ കഴിഞ്ഞു പോയ പള്ളി വിദൂരമായി നാം കണക്കാക്കുന്നു. വെറും 3 മിനിറ്റ് മതി വാഹനത്തിൽ യാത്ര ചെയ്യാനാണ് എങ്കിൽ. പക്ഷേ തൊട്ടടുത്ത് പള്ളിയില്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുക. മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ, ന്യായമല്ലാത്ത തടസ്സങ്ങൾ വന്നാൽ വീട്ടിൽ നമസ്കരിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ബാങ്ക് കേട്ടാൽ മതിയായ കാരണം ഇല്ലാതിരുന്നിട്ടും അതിനായി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാതിരുന്നാൽ അവന് നമസ്കാരമില്ല. എന്തിന് നമസ്കരിക്കുന്നു നമ്മൾ? ആരെ ബോധ്യപ്പെടുത്താൻ നമസ്കരിക്കുന്നു നമ്മൾ? നമസ്കാരത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ നമസ്കരിക്കണം എന്ന ചിന്തയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കാതെ വീട്ടിൽ വെച്ച് ഫർള് നമസ്കരിക്കുന്നവരുടെ വിഷയത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം നമ്മൾ അറിഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവൻ തന്നെയാണ് സത്യം. ഞാൻ കുറച്ചു വിറക് ശേഖരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നു, പിന്നീട് നമസ്കരിക്കുവാൻ കൽപ്പിക്കുന്നു, നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുവാൻ. എന്നിട്ട് ഒരാളെ വിളിച്ച് നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമത്തായി നിൽക്കൂ. ആ ജമാഅത്ത് നടക്കുന്ന സമയത്ത് പ്രവാചകനദാ ثم أخالف إلى رجال فأحرق عليهم بيوتهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് വരാമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് ബാങ്ക് വിളിക്കാൻ ഒരാളെ ഏൽപ്പിച്ച്, ഇമാമ് നിൽക്കാൻ മറ്റൊരാളെയും ഏൽപ്പിച്ച് നിങ്ങൾ നമസ്കരിക്കൂ, എനിക്ക് ചില ദൗത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ വിറകും മണ്ണെണ്ണയുമായി ഈ മനുഷ്യന്മാരുടെ വീട്ടിലേക്ക്, അഥവാ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാതെ വീട്ടിൽ നമസ്കരിക്കുന്ന പുരുഷന്മാരുടെ വീട്ടിലേക്ക് പുറപ്പെടുകയും
എന്നിട്ട് ആ വീടുകളെ, ആ വീട്ടിലുള്ള മുഴുവൻ പേരെയും ഒരുമിച്ച് നിർത്തി കത്തിച്ചു കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന് ഗൗരവമില്ലേ സഹോദരങ്ങളെ? അതിന് ഗൗരവമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി കാരുണ്യവാനായ പ്രവാചകൻ, നേരത്തെ പറഞ്ഞ സ്വഹാബി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ 20 ദിവസം ജീവിച്ചപ്പോൾ അങ്ങേയറ്റത്തെ ദയാലുവായ ഒരു പ്രവാചകനെയാണ് കാണാൻ കഴിഞ്ഞത് എന്ന്. ആ പ്രവാചകനാണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ അത്തരം ആളുകളുടെ വീട് കത്തിക്കുവാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എൻ്റെ ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനെ തന്നെയാണ് സത്യം. അവരിൽ വല്ലവർക്കും, ഈ വീട്ടിൽ നമസ്കരിക്കുന്ന ആളുകളില്ലേ, അവർക്ക് വല്ലവർക്കും മാംസത്തിൻ്റെ അംശങ്ങൾ അവശേഷിച്ചിട്ടുള്ള ഒരു എല്ലോ അല്ലെങ്കിൽ ആട്ടിൻ്റെ നല്ല കുളമ്പോ കിട്ടുമെന്നവർ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവർ നമസ്കാരത്തിന് പള്ളിയിൽ വരുന്നു. ദുനിയാവിൻ്റെ നിസാരമായ നേട്ടങ്ങൾക്കു വേണ്ടി പള്ളിയിൽ വരികയും മഹത്തായ പരലോക ലക്ഷ്യത്തെ മറന്നുകൊണ്ട് വീട്ടിൻ്റെ അകത്തളങ്ങളിൽ സുജൂദ് ചെയ്യുന്നവന്റെ നമസ്കാരം അള്ളാഹ്ക്കു വേണ്ടെന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിൽ പള്ളിയിൽ വരാതെ വീട്ടിൽ നമസ്കരിക്കും? മാത്രമല്ല, ഭയപ്പെടേണ്ട മറ്റൊരു കാര്യം, കപടന്മാരുടെ കൂട്ടത്തിലായി നരകത്തിൻ്റെ അടിത്തട്ട് പോവാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഇല്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഇവിടെ നമസ്കാരം ഉപേക്ഷിച്ച മനുഷ്യനെ കുറിച്ച് ചർച്ചയില്ല, അത് വേറെയാണ് വിഷയം. നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫ അനിസ് സ്വലാത്തി ഇല്ലാ മുനാഫിഖ് ഖദ് അലിമ നിഫാഖിഹി ഔ മരീദുൻ ഇൻ കാനൽ മരീദു ലിയംശി ബൈന റിജ്ലൈനി ഹത്താ യഅതിയസ് സ്വലാത്ത്. രോഗികളോ കാപട്യം അറിയപ്പെട്ട കപടവിശ്വാസികളോ അല്ലാതെ നമസ്കാരത്തെ തൊട്ട് ആരും പിന്തുന്നതായി ഞങ്ങൾ കാണാറില്ലായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. രോഗിയാണെങ്കിൽ പോലും രണ്ടാളുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കഷ്ടപ്പെട്ടവൻ പള്ളിയിലേക്ക് വരുന്നത് ഞങ്ങൾ കാണുമായിരുന്നു. പക്ഷേ വ്യക്തമായ നിഫാഖുള്ള മനുഷ്യനതാ പള്ളിയിൽ വരുന്നില്ല എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എത്ര ഗൗരവമാണ്! ഞാനൊരു മുനാഫിക്കാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ സുബഹിയും നമ്മുടെ അസ്റും നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മതി. അവിടെ ജോലിയിലായിരുന്നു, തിരക്കിലായിരുന്നു, അതൊന്നും കാരണമല്ല. ശക്തമായ രോഗം അല്ലെങ്കിൽ വലിയൊരു യാത്ര, ഇതല്ലാത്ത മറ്റു കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും നമ്മുടെ സുബഹിയും നമ്മുടെ അസ്റും നമ്മുടെ ഇശാഉം പരിശോധിച്ചിട്ട് പള്ളിയിൽ ജമാഅത്തിനെത്തുന്നില്ല എങ്കിൽ നമുക്ക് എഴുതി വെക്കാം ഞാനൊരു പച്ച മുനാഫിക്കാണ് എന്ന്. സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള വിഷയമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തീർച്ചയായും സുന്നത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ്. ആരെങ്കിലും ആ ചര്യയെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവനതാ പിഴച്ചവനായി തീരുന്ന മാർഗത്തിലെത്തുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫൽ വാജിബു അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ് അസ്സലാത്തു മഅൽ ജമാഅത്തി ഫിൽ മസാജിദ്, മുസ്ലിമീങ്ങളോടൊപ്പം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കൽ ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. വമൻ തഅഖറ ബിഗൈരി ഉദ്രിൻ ശർഈൻ ഫഖദ തശബ്ബഹു ബിൽ മുനാഫിഖീൻ, മതപരമായ കാരണങ്ങളില്ലാതെ അവനത് പിന്തിപ്പിച്ചാൽ അവൻ കപടവിശ്വാസികളോടൊപ്പമാണ്, അവൻ കപടവിശ്വാസികളോട് സാദൃശ്യമായവനാണ് എന്ന് മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു. ആലോചിച്ചു നോക്കൂ, പള്ളിയിൽ ജമാഅത്തിന് വരാത്തവരുടെ അവസ്ഥ എന്തെന്ന് ആലോചിച്ചു നോക്കൂ. ഫർള് നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കാതെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പോലും നമുക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. ഉറക്കം വരുന്നവർ ഉറക്കത്തെ ഒഴിവാക്കി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. ജുമുഅ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതാണ്, പഠിക്കാൻ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ചര്യയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയാണ്. മഹാനായ അബുൽ അഹ്വസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ സറഹു അൻ യൽഖല്ലാഹ തആല ഗദൻ മുസ്ലിമാ
فليحافظ على هذه الصلوات الخمس حيث ينادي بهن. മുസ്ലിമായി നാളെ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇത് പറയുന്നത് അബുൽ അഹ്വസി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. മുസ്ലിമായി ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ കൊതിക്കുന്നുവെങ്കിൽ ഫൽയുഹാഫിദ് അലാ ഹാദിഹി സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം പള്ളിയിൽ വന്ന് ജമാഅത്തായി അവൻ നമസ്കരിക്കട്ടെ. ഹൈസു യുനാദി ബിഹിന്ന, ബാങ്ക് വിളിക്കുന്ന സ്ഥലത്തവൻ ആ സമയത്ത് വന്നുകൊണ്ടവൻ അവന്റെ നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കട്ടെ. فإن الله شرع لنبيكم سنن الهدى وإنهن من سنن الهدى. കാരണം അല്ലാഹു നിങ്ങളുടെ പ്രവാചകന് സന്മാർഗചര്യ നിയമമാക്കിയിരിക്കുന്നു. അങ്ങനെ നമസ്കാരത്തിനു വേണ്ടി വിളിക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് നമസ്കരിക്കുക എന്നത് പ്രവാചകന്റെ അതിശക്തമായ ചര്യയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുക എന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. രോഗം ബാധിച്ചു മരണത്തോട് മല്ലിടുന്ന നേരത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് കാലുകൾ മണ്ണിൽ വേച്ച് ആ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ വന്ന് നമസ്കരിച്ചു മാനവകുലത്തിന് മാതൃക കാണിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ചര്യ പിൻപറ്റൽ നിർബന്ധമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, മഹത്തായ പ്രതിഫലമാണ് പള്ളിയിൽ നിന്ന് നമസ്കരിക്കാതെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ സുബ്ഹ്, ഒരു ദിവസം ഞങ്ങളതാ പ്രവാചകന്റെ പിന്നിൽ നിന്നുകൊണ്ട് സുബ്ഹി നമസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുകയാണ്, അശാഹിദ ഫുലാൻ അശാഹിദ ഫുലാൻ, ഇന്നാലിന്ന വ്യക്തി പള്ളിയിൽ വന്നോ, ഇന്നാലിന്ന വ്യക്തി പള്ളിയിൽ വന്നോ. ഖാലൂല, ഞങ്ങൾ പറഞ്ഞു ഇല്ല റസൂലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ഹാതൈനി സ്വലാതൈനി അസ്ഖല സ്വലവാത അലൽ മുനാഫിഖീൻ. അതാ മുനാഫിഖുകൾക്ക് ആ നമസ്കാരങ്ങൾ, 2 നമസ്കാരങ്ങൾ കപട വിശ്വാസികൾക്ക് ഭാരം കൂടിയതാണ്. വലൗ തഅലമൂന മാ ഫീഹിമാ ലഅതൈതുമൂഹുമാ വലൗ ഹബ്വൻ അലാ റകിം. എന്നാൽ അവക്കുള്ള പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടുകാലുകളിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും അവർ പള്ളിയിലേക്ക് വരുമായിരുന്നു. ഒരു ഹദീസിൽ സുബ്ഹിയും അസറും പിന്നെ സുബ്ഹിയും ഇശാഉം എന്നൊക്കെ കാണാൻ കഴിയും. ആ നമസ്കാരം മുനാഫിക്കുകൾക്ക് വലിയ പ്രയാസമാണ്. പക്ഷേ ആ മുനാഫിക്കുകൾ പോലും ആ നമസ്കാരത്തിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ, പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ, മുട്ടുകാലിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും, മുട്ടുകാലിൽ ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. 2 കാലിൽ തന്നെ നടന്ന് പള്ളിയിലേക്ക് വരാൻ വയ്യ. അപ്പം പിന്നെ നമുക്ക് ഈ ആണ്ടിലും ഈ നൂറ്റാണ്ടിലൊന്നും മുട്ടുകാലിൽ ഇഴഞ്ഞു വരുന്നവരെ കാണാൻ കഴിയില്ല. അന്ന് തന്നെ വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മുനാഫിക്കുകൾ ഈ നമസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയോ അങ്ങനെ മുട്ടുകാലിൽ ഇഴഞ്ഞു വരികയോ ചെയ്തിട്ടില്ല. അപ്പം അത്രത്തോളം പ്രതിഫലമുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന സ്വഫൽ അവ്വല അലാ മിസ്ലി സ്വഫിൽ മലായിക. നമ്മളൊക്കെയും ഒഴിവാക്കുന്ന 1ാമത്തെ സ്വഫ്, അതിനെക്കുറിച്ച് പറയുകയാണ്. 1ാമത്തെ സ്വഫിനുള്ള പ്രത്യേകത മലക്കുകളുടെ സ്വഫ് പോലെയാണ്. അവരതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് കരസ്ഥമാക്കുവാൻ വേണ്ടി അവർ ധൃതിപ്പെട്ട് മുന്നേറുമായിരുന്നു. നമ്മൾ 1ാമത്തെ സ്വഫിൽ അവസാനത്തെ സ്വഫിലേക്കാണ് ധൃതിപ്പെട്ട് മുന്നേറുന്നത്. നമുക്ക് മാറ്റമുണ്ടാകണം, പരസ്പരം ഉപദേശിക്കണം. സഹോദര, പുണ്യം 1ാമത്തെ സ്വഫിലാണ്. നമുക്ക് 1ാമത്തെ സ്വഫിലിരിക്കുകയല്ലേ എന്ന നസീഹത്തോടു കൂടിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതായത് പിന്നീട് പറയുന്നത്, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ജമാഅത്തായി നമസ്കരിക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
മാത്രമല്ല ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി നമസ്കരിക്കുക എന്നത്. 27 ഇരട്ടി പ്രതിഫലം. അതുപോലെ തന്നെ ഇശാ നമസ്കാരത്തിൻ്റെയും സുബഹി നമസ്കാരത്തിൻ്റെയും പ്രതിഫലം വമ്പിച്ചതാണ്. നമ്മളത് നമസ്കരിക്കുമ്പോൾ ആ നിയ്യത്ത് കൂടി ഉണ്ടാകണം, ഇല്ലെങ്കിൽ നമുക്കത് കിട്ടാതെ പോയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സ്വല്ല അൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇശാ നമസ്കാരം സംഘടിതമായി നമസ്കരിക്കുന്നവൻ അർദ്ധരാത്രി വരെ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. അർദ്ധരാത്രി വരെ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചവൻ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ 40, 50, 20, 30 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട് എങ്കിൽ ആ ദിവസങ്ങളിലൊക്കെയും ഈ സുബഹിയും ഇശാഉം നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ രാത്രി മുഴുവനും ഇബാദത്തായി എഴുതപ്പെട്ടത് ഭാഗ്യവാന്മാർ. അവരത് കാണും. എപ്പോൾ കാണും? മരിച്ച് ഖബറിലേക്ക് ചെല്ലുന്ന അന്ന് മുതൽ ആ പ്രതിഫലങ്ങൾ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണും, നമ്മൾ അനുഭവിച്ചറിയും. ഇതിൻ്റെയൊക്കെ വിലയറിയുന്നത് അപ്പോഴാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ശത്രുക്കൾ പിടിച്ചു വെച്ചത് കാരണം ഒരു ജമാഅത്ത് നഷ്ടമായതിന്റെ പേരിൽ മരണം വരെ ഓർത്ത് കരഞ്ഞ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ശത്രുക്കൾ പിടിച്ചു വെച്ചിട്ട് ജമാഅത്ത് നഷ്ടമായി, അതിന്റെ പേരിൽ മരണം വരെ കരഞ്ഞു എന്നതാണ് ചരിത്രം. അങ്ങനെ കരഞ്ഞ സ്വഹാബി വര്യന്മാർ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ. ആരെങ്കിലും രാവിലെയോ വൈകുന്നേരമോ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിനായി പോയാൽ അള്ളാഹു അവനു വേണ്ടി സ്വർഗത്തിൽ വിരുന്ന് തയ്യാറാക്കുന്നതാണ്. എല്ലാ രാവിലെയും വൈകുന്നേരവും പോകുമ്പോഴെല്ലാം ഇപ്രകാരം തന്നെയാണ്. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നു വരുമ്പോ അള്ളാഹു അതാ സ്വർഗത്തിൽ അവന് വിരുന്നൊരുക്കുകയാണ്. സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുമ്പോ, അടുത്തുള്ള അയൽവാസിയുടെ സ്വീകരണത്തിന് പോകുമ്പോ അവിടുത്തെ ഭക്ഷണത്തളികയെ മുന്നിൽ കണ്ടുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരൊക്കെയും. എങ്കിൽ സഹോദരങ്ങളെ, മരിച്ചതായി ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് പരലോകത്തെത്തുമ്പോ ആ പരലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സൽക്കാരങ്ങൾ നമ്മൾ അവിടെ കാണുന്നതാണ്. അന്ന് കാണുമ്പോൾ അറിയും, ഇത് ഞാൻ അന്ന് പള്ളിയിൽ പോയതുകൊണ്ട് അള്ളാഹു എനിക്ക് ഒരുക്കിയ സൽക്കാരമായിരുന്നു. എന്നിട്ടത് ആസ്വദിക്കും. നമ്മൾ എന്തിനാണ് അത്തരം നന്മകൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഗൗരവത്തിലൊന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ കാപട്യം, നരകം എന്നിവയിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും നമുക്ക്. ഞാനൊരു കപടനാണോ എന്ന് സ്വയം പരിശോധിക്കണം. എന്നിട്ട് അത് മാറ്റുവാൻ എന്താണ് മാർഗം? നല്ലൊരു പരിഹാര മാർഗമുണ്ട്. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിനെ മഹാനായ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ സ്വഹീഹാക്കിയിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിനു വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന രൂപത്തിൽ 40 ദിവസം ജമാഅത്തായി നമസ്കരിക്കുകയാണ് എങ്കിൽ അവന് 2 സുരക്ഷിതത്വമുണ്ട്. ഒന്ന് നരകത്തിൽ നിന്നുള്ള സുരക്ഷിതത്വവും അതുപോലെ കാപട്യത്തിൽ നിന്നുള്ള സുരക്ഷിതത്വവും. നാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസിനെ ഷെയ്ഖ് അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ: ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, 2 കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇന്നു മുതൽ അങ്ങനെ ഒരാൾ തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കണം, ഒന്നാമത്തെ തക്ബീറിൽ ഞാൻ കൈകെട്ടും. 40 ദിവസം അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. ഒരു വക്തെങ്ങാനും മുടങ്ങിപ്പോയാൽ നമുക്കത് പ്രയാസമാകും, ഒരു വക്ത് നമുക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷമാകും. അങ്ങനെ 40 ദിവസം തുടർന്നാൽ ഈ പ്രതിഫലമുണ്ട്. മാത്രമല്ല, പിശാചിന്റെ സുരക്ഷയിൽ, പിശാചിന്റെ ശല്യത്തിൽ നിന്ന്, അവന്റെ കെടുതിയിൽ നിന്ന് അല്ലാഹു നമുക്ക് രക്ഷ നൽകും. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാമിൻ സലാസത്തിൻ ഫീ ഖർയത്തിൻ വലാ ബദൗ വലാ തഖാമ ഫീഹിമ അസ്സലാ
ഇവിടുന്ന് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഒരു നാട്ടിലോ ഗ്രാമത്തിലോ 3 ആളുകളോ അതുപോലെ ഗ്രാമീണരോ ആയവരുണ്ട് എങ്കിൽ അവർക്കിടയിൽ നമസ്കാരം ജമാഅത്തായി നിലനിർത്തിയാൽ അവരെ പിശാച് ഒന്നും ചെയ്യുകയില്ല. അള്ളാഹു അവർക്ക് പിശാചിൽ നിന്ന് സുരക്ഷിതത്വം നൽകും. അതുകൊണ്ട് നീ ജമാഅത്തായി നമസ്കരിക്കൂ. ഫഇന്നമാ നോക്കുന്നിട്ട് പറയുന്നു, ഫഅലൈക ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു ദിഅബുൽ ഖാസിയ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവനെ ചെന്നായ പിടിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സാഹചര്യം അതാണ് സംഘമായി പ്രവർത്തിക്കുക എന്നതിനും ദലീലായി കൊണ്ടുവരുന്നത്. അപ്പൊ നോക്കൂ, ജമാഅത്ത് നമസ്കാരം ഒരു നാട്ടിൽ 4-5 പേരുണ്ട് എങ്കിൽ അവരൊരുമിച്ചൊരു നമസ്കാരത്തിനുള്ള സൗകര്യം, അതിനുവേണ്ടി പള്ളി കളക്ഷൻ നടത്തി ഫണ്ടെടുത്ത് പിരിവെടുത്ത് പള്ളി കെട്ടി പള്ളിയായിട്ടേ പിന്നെ നമസ്കരിക്കാൻ കഴിയുന്ന ധാരണ വേണ്ട. 3-4 ആളുകളുണ്ടോ എങ്കിൽ അവരൊരുമിച്ചൊരിടത്ത് ജമാഅത്തായി നമസ്കരിക്കട്ടെ കഴിയുന്നത്രയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മാത്രമല്ല, പരലോകത്ത് നമുക്ക് പ്രകാശമാണ്. പള്ളിയിലേക്ക് ഇരുളിൻ്റെ ആ സാഹചര്യത്തിൽ കടന്നു പോകുന്നവർക്ക് നാളെ പരലോകത്തത് പ്രകാശമായി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്കുള്ള ദൂരം കൂടുന്തോറും നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അഅലമുൻ നാസി അജ്റൻ ഫി സ്വലാത്തി അബ്അദഹും മംശാ വല്ലദീ യൻതദിറു സ്വലാ ഹത്താ യുസല്ലിഹാ മഅൽ ഇമാം അഅലമു അജ്റൻ മിനല്ലദീ യുസല്ലി സുമ്മ യനാം. വളരെ കൂടുതൽ അകലെ നിന്ന് നടന്നു വന്ന് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഇമാമിനോടൊപ്പം നമസ്കരിക്കാൻ കാത്തിരിക്കുന്നവന് തനിയെ നമസ്കരിച്ചുറങ്ങുന്നവനേക്കാൾ പ്രതിഫലമുണ്ട്. അഥവാ ഒരു വഖ്ത് കഴിഞ്ഞ് പിന്നെയും കാത്തിരിക്കുക, അങ്ങനെ നമസ്കാരത്തിന് കാത്തിരിക്കുന്നവന്റെ പ്രതിഫലം മഹത്തായതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമായി ഇസ്ലാം നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് ഒഴിവാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ ഒരുമിച്ച് നിൽക്കലാണല്ലോ. ആ ഒരുമിച്ച് നിൽക്കുന്നതിൽ പോലും അതിശക്തമായ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചു. സൊഫുകൾ നിൽക്കുന്നിടത്ത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഇന്ന സഫൽ അവ്വല അലാ മിസ്ല സഫിൽ മലായിക, ഒന്നാമത്തെ സഫ് മലക്കുകളുടെ സഫ് പോലെയാണ്. വലോ അലിംതും മാ ഫളീലതുഹു ലബ്തദർതുമൂ, സഫുകൾ പൂർത്തീകരിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ മത്സരിക്കുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുക, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അദ്ദേഹം പറയുകയാണ്, ഒന്നാമത്തെ സഫുകാരുടെ മേൽ അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ സഫിലുള്ളവർക്ക് ആ പ്രത്യേകത കിട്ടില്ല, ഒന്നാമത്തെ സഫിലുള്ളവർക്ക് ആ പ്രത്യേകത കിട്ടും. എന്തേ അത്? അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലും. അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയും, മലക്കുകൾ അനുഗ്രഹങ്ങൾക്കും മഗ്ഫിറത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ എന്താ അതിനെയൊക്കെ നിസാരവൽക്കരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കുവാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ സൊഫിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പാപമോചനത്തിനായി 3 തവണ പ്രാർത്ഥിച്ചു. 5 തവണ ഒന്നാമത്തെ സൊഫിലാണ് എങ്കിൽ ആ മനുഷ്യനു വേണ്ടിയതാ 3 × 5 15 തവണ ഒരു ദിവസം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നിസാരമല്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു സൊഫുകളിൽ വലതുഭാഗത്തുള്ളവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ സൊഫിൽ വലതുഭാഗത്തുള്ളവർക്ക് പ്രത്യേകത കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജമാഅത്തിന് പള്ളിയിൽ വരുമ്പോൾ ആ മര്യാദ നമ്മൾ പാലിക്കണം. ചിന്നിച്ചിതറിയിരിക്കാതെ ഒന്നാമത്തെ സൊഫിലേക്ക് വന്നിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ മാതൃകയുള്ളവരാകണം. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം. പരസ്പരം അശ്രദ്ധരാകുന്നവരോട് സ്നേഹബുദ്ധിയാൽ നസീഹത്തോടുകൂടി അവനെ ഉണർത്തുന്നവരുടെ കൂട്ടത്തിലും നാം ഉൾപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല, ആമീൻ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മനു ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികത്തി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ആമീൻ ചൊല്ലുമ്പോൾ നിങ്ങളും ആമീൻ ചൊല്ലുക. ഒരുമിച്ചാകണം എല്ലാവരുടെയും ആമീൻ. അങ്ങനെ ഒരുമിച്ച് വന്ന് മലക്കുകളും കൂട്ടത്തിൽ ആമീൻ ചൊല്ലിയാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ
എന്തൊക്കെ മഹത്വമാണ്, പ്രതിഫലമാണ് ഈ ജമാഅത്ത് വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ അവസ്ഥ നഷ്ടമാകുന്നത്. എത്ര പ്രതിഫലം നഷ്ടമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമായി ഇസ്ലാം പഠിപ്പിച്ചതാണ് ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുക എന്നത്. അക്കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അള്ളാഹുവിനെ ഒരിക്കൽ കൂടി സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയാൽ നിങ്ങൾ നമസ്കരിക്കണം എന്നൊരിടത്തും അള്ളാഹു പറയുന്നില്ല. ആ ഭാഷാ ശൈലി അങ്ങനെ വരുന്നില്ല. മറിച്ച് ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ വഅഖിമിസ്സലാ, നിങ്ങൾ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കണം എന്നതാണ് അതിൻ്റെ ശരിക്കുള്ള മഅന. മാത്രമല്ല അള്ളാഹു പറയുന്നുണ്ട്, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു കർമ്മമാണ്. സമയം നിർണയിക്കപ്പെട്ട ഒരു കർമ്മമാണ് വിശ്വാസികൾക്ക് നമസ്കാരം. അതുകൊണ്ട് തന്നെ ആ സമയനിർണിതമായി കൊണ്ട് തന്നെ ആ നമസ്കാരത്തെ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തുന്നവർ, അവർക്ക് വരുന്ന അപകടങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അവർ നാശത്തിലേക്കാണ്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. എന്നിട്ട് അവർക്ക് ശേഷമതാ അവരുടെ സ്ഥാനത്തൊരു പിൻതലമുറക്കാർ വരികയാണ്. മുൻഗാമികളായ നല്ല മനുഷ്യരുടെ ശേഷമതാ പിൻഗാമികളായ മുസ്ലിം ഉമ്മത്ത് കടന്നു വരികയാണ്. അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നതാണ്. തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതുമാണ്. നമസ്കാരം ഒഴിവാക്കി പാഴാക്കി നശിപ്പിക്കുന്ന ആളുകളതാ ആ തിന്മയുടെ ഫലം കണ്ടെത്തുന്ന ഒരു ദിനമുണ്ട് എന്ന് അതിശക്തമായ മുന്നറിയിപ്പ് അല്ലാഹു നമുക്ക് നൽകുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 107-ാം അധ്യായം സൂറത്ത് മാഊൻ, അല്ലാഹു അവിടെ പറയുകയാണ്, ഫവൈലുൻ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. ഇതുവരെ പറഞ്ഞത് എന്താണ്? നമസ്കാരം വീട്ടിൽ നിന്ന് നമസ്കരിച്ചു, അവർക്കുള്ള അപകടങ്ങളാണ്, അവർക്ക് വന്ന നഷ്ടങ്ങളാണ്. അവസാനിപ്പിക്കുമ്പോൾ സൂറത്ത് മാഊനിൽ അല്ലാഹു പറയുന്നു, ഫവൈലുൻ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. നമസ്കരിക്കാത്തവർ ഈ വിഷയത്തിൽ ഭയപ്പെടേണ്ടതില്ല. ഈ ഇരിക്കുന്ന നമ്മളാണ് ഭയപ്പെടേണ്ടത്. എൻ്റെ ഈ ആയത്ത് എനിക്ക് ബാധകമല്ല എന്ന് പിശാച് നമ്മളോട് പറയും. ഈ ആയത്ത് എനിക്ക് ബാധകമല്ല. പക്ഷെ ഞാനെന്ന വ്യക്തിയോട്, നമ്മളെന്ന വ്യക്തികളോട് അള്ളാഹു പറയുകയാണ്, ഫവൈലുൻ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്താ നമസ്കാരത്തിന്റെ അവസ്ഥ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തിൽ അവർ യാതൊരു ശ്രദ്ധയുമില്ലാത്തവരാണ്. അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയല്ല നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതുവരെ ശേഷവും എങ്ങനെയാകണമെന്ന കൃത്യമായ പ്ലാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നു, പ്രവാചകനത് നോക്കി ഒരു ഇഞ്ച് തെറ്റാതെ കൃത്യമായി പഠിക്കുന്നു, എന്നിട്ട് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു, എന്നിട്ട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രഖ്യാപനം ഈ 2018 ജീവിക്കുന്ന ഈ നാട്ടിലെ നമ്മളോട് കൂടിയാണ്. തോന്നിയതുപോലെ നമസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് നാശമാണ്, അവർക്ക് നഷ്ടമാണ്. പിന്നെയോ സമയം കൃത്യമല്ല. സുബ്ഹി ജമാഅത്തിന് പക്കയാണ്, ക്ലിയറാണ്. ളുഹറും അസ്റൊന്നുമില്ല, അത് പിന്നീടാണ് നമസ്കരിക്കുന്നത്. ജോലി തിരക്ക് കാരണം അതൊക്കെ ഒഴിവാക്കി. മഗ്രിബ് നമസ്കരിച്ചാൽ പിന്നെ ഇശാ ഇല്ല. ഈ രൂപത്തിൽ സമയം നിർണിതമാക്കപ്പെടാതെ നമസ്കരിക്കുന്നവരുടെ നമസ്കാരവും അവർക്ക് നാശം വരുത്തി വെക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല, നിസ്കരിക്കാൻ വന്നാൽ തന്നെ യാതൊരു ശ്രദ്ധയുമില്ല. അശ്രദ്ധമായി അലസമായി നമസ്കരിക്കുന്നവരുടെ നമസ്കാരവും അവർക്ക് നാശമാണ്. മാത്രമല്ല, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരവും അവർക്ക് നാശമാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നമസ്കാരം കൃത്യമായി നിർവഹിച്ച് നേരത്തെ വന്നിരുന്ന് ഖുർആനോദി ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥിച്ച നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ഏറ്റവും മനോഹരമായി നമസ്കാരത്തെ ചിട്ടപ്പെടുത്തി ഈ ലോകത്തോട് മരിക്കുന്നൊരവസ്ഥ വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഒരാൾ ഏറ്റവും കൂടുതൽ എന്തു കർമ്മത്തിലായിരുന്നു അതിലായിക്കൊണ്ട് അവനെ അള്ളാഹു മരിപ്പിച്ചേക്കാം. ഒരാൾ കൂടുതലും ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ് എങ്കിൽ അള്ളാഹു അവന് നിഅമത്ത് നൽകും. ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ അവൻ്റെ ആത്മാവിനെ പിടികൂടും. ഒരാൾ ഏറ്റവും കൂടുതൽ നമസ്കാരത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൻ നമസ്കരിക്കുന്നവനായിരിക്കെ അവൻ അള്ളാഹു ഈ ലോകത്തോട് വിട പറഞ്ഞു കൊണ്ടുപോയേക്കാം. ഒരാൾ എപ്പോഴും നോമ്പിലാണ് എങ്കിൽ നോമ്പിലായിരിക്കെ അവൻ അള്ളാഹു തിരികെ വിളിച്ചു കൊണ്ടുപോയേക്കാം. അതുപോലെ ഒരാൾ എപ്പോഴും ഫേസ്ബുക്കിലാണ് എങ്കിൽ, വാട്സപ്പിലാണ് എങ്കിൽ, ദുനിയാവിൻ്റെ ശുഗലുകളിലാണ് എങ്കിൽ, കച്ചവട തിരക്കുകളിലാണ് എങ്കിൽ അവൻ അതിലായിക്കൊണ്ടും ഈ ലോകത്തോട് വിട പറഞ്ഞു കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് അള്ളാഹു കാണുന്നില്ല എന്ന ധാരണയാൽ തിന്മകൾ കാണുന്ന, ആസ്വദിക്കുന്ന, പ്രവർത്തിക്കുന്നവരോട് ആ തിന്മയിലായിരിക്കെ പടച്ചവനിലേക്ക് മടങ്ങിപ്പോകുന്ന ദാരുണമായ ഒരു അന്ത്യത്തിൽ അതാണ് ദാരുണമായ അന്ത്യം. ബൈക്ക് ആക്സിഡന്റിൽ ചിന്നിച്ചിതറിപ്പോകുന്നതല്ല ദാരുണമായ അന്ത്യം. നഷ്ടക്കാരനായി ലോകത്തോട് വിട പറയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി നമസ്കാരം ജമാഅത്തിന് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന മഹത്തായ സ്വഭാവ ഗുണം നാം വളർത്തിയെടുക്കുക. ബോധപൂർവം ഇടപെട്ടാലല്ലാതെ നമുക്കത് നേടാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 40 ദിവസത്തെ തക്ബീറത്തുൽ ഇഹ്റാം ആദ്യത്തെ അവസ്ഥയിൽ തന്നെ കിട്ടി നമസ്കരിച്ചാൽ നരകവും കാപട്യവും അവന് മാറിക്കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തെ കൃത്യമായി സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്ത് നമസ്കാരത്തിന് അതിൻ്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് ആ നമസ്കാരത്തിലേക്ക് ഒന്നാമത്തെ സഫിൽ ഒന്നാമത്തെ തക്ബീറിൽ വന്നു ചേരുവാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്രദ്ധയിലാകുന്നവരോട് സ്നേഹത്തോടെ നസീഹത്തോടെ ഉണർത്തുന്ന ഗുണകാംക്ഷയുള്ളവരായി അള്ളാഹു നമ്മെ വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. സഹോദരങ്ങളെ, പള്ളി പരിപാലനത്തിനു വേണ്ടിയുള്ള സമ്പത്ത് നിങ്ങൾ നൽകി പോകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം. പള്ളിയിലെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിനെ സഹായിക്കലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു തുക സംഭാവന ചെയ്ത് പോവുക. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന, പ്രയാസമനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാരിദ്ര്യവും രോഗവും കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സാഹചര്യത്തിലും തളരാതെ അവൻ്റെ മതത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റഹം മൗതനാ വമൗതൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ആമന്നാ ഫി ഔതാനിനാ വഅസ്ലിഹ് അഇമ്മതനാ വവിലാത ഉമൂരിനാ വജമീഅ വിലാതൽ ഉമൂരിൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.